കേട്ടല്ലോ ഡാഡി പറഞ്ഞത്. വാ ബേബി. ഗിരിട്ട, വണ്ടി ഒന്ന് നിർത്തി. എന്താ മഞ്ജു, എന്താ കാര്യം? എന്താ മഞ്ജു? ഗിരിട്ട, അത് പ്രീതിയല്ലേ? അതെ. ഇതെന്താ ഈ കുട്ടി ഈ സമയത്ത് ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുന്നത്? ഗിരിട്ടനൊന്ന് ഇറങ്ങിയേ, വാ. പ്രീതി എന്താ ഈ സമയത്ത് ഇവിടെ? കയ്യില് ബാഗൊക്കെ ആയിട്ട്. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രീതി? പ്രീതി, എന്താ പ്രശ്നമെന്ന് പറയൂ, നമുക്ക് വഴിയുണ്ടാക്കാം. അന്ന് കോടതിയിൽ സത്യം പറഞ്ഞതിന് അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നീ ഗർഭിണിയാണെന്നുള്ള ചിന്ത പോലും അയാൾക്കില്ലേ? അച്ഛൻ ഏറ്റവും വലുത് അച്ഛന്റെ വാശിയ. അത് കഴിഞ്ഞിട്ടേ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉള്ളൂ. കോടതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടത് അച്ഛനൊരിക്കലും മറക്കാൻ കഴിയില്ല. പകരം വീട്ടാൻ ഇത്രമാത്രമല്ലേ ചെയ്തുള്ളൂ എന്നാ ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് കാനഡയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞാൽ അതിന്റെ എല്ലാ പേപ്പേഴ്സും കിട്ടും. അതുവരെ സേഫായി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുക.